ഈ വചനഭാഗം ഒന്ന് വായിച്ചു നോക്കി കേട്ടോ. പുറപ്പാട് 23:20 ഒരു ദൂതനെ അയക്കും, അവൻ നിനക്ക് ശക്തിയായിരിക്കും, അവൻ നിന്നെ സഹായിക്കുന്നു. സഹായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 21 വാക്യത്തിൽ ഇങ്ങനെയാണ്, അവൻ പറയുന്നതെല്ലാം നീ ആദരപൂർവ്വം അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നല്ല, ഈ യാത്ര എളുപ്പമാവുന്നല്ല, ഈ യാത്രയിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ദൂതൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് ഇതിന്റെ മേലൊരു വിജയം ഉണ്ടാവും. ആ ദൂതൻ എന്നെ സഹായിക്കുന്നു. ഓർത്ത് നോക്കിയേ, ഒരു ദൂതൻ പറയുന്ന അനുസരിച്ചാൽ അത്ര സഹായമാണെങ്കിൽ ഈ ദൂതനെ അയച്ച ആ ദൂതായ ആ വാക്കായ വചനമായ ഈശോയെ നമ്മൾ കൂടെ പിടിച്ച് ഈശോയെ അനുസരിച്ചാൽ എന്തൊരു വലിയ അനുഗ്രഹമായിരിക്കും. നമ്മളിപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ, നമ്മുടെ കയ്യിൽ ബൈബിളൊക്കെ ഉണ്ടല്ലോ, വായിക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ, എന്നിട്ട് എന്താ സങ്കടങ്ങൾ എന്നൊക്കെ നമ്മൾക്ക് ചിന്തിക്കും. പക്ഷെ ഓർത്ത് നോക്കിയേ, ഈശോ തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കാര്യം. യോഹന്നാൻ 16:33, ഈ ഭൂമിയിൽ ഈ ലോകത്ത് ആയിരിക്കുമെന്നൊക്കെ ഞെരുക്കങ്ങളുണ്ടാവും അല്ലേ? അതിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാലും ഉണ്ടാവും, പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉണ്ടാവും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ വചനം കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറിനെക്കാട്ടും വലിയ സൂപ്പർ പവറായ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ നിൽക്കുന്നത്. യോഹന്നാൻ 16:33 ഒരു ഓർമ്മപ്പെടുത്തലൂടെയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആയിരിക്കും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ ഡോണ്ട് ബി അഫ്രൈഡ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ ജയിച്ച ഈശോയുടെ കൂടെ നമ്മൾ ഓഫീസിലേക്ക്, ജോലിക്ക്, പഠനത്തിന്, ശുശ്രൂഷയ്ക്ക്, യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ പ്രതിസന്ധികൾ ഉണ്ടാവില്ലെന്നല്ല, ആ പ്രതിസന്ധികളെയൊക്കെ ഈ ലോകത്തെ ജയിച്ചവൻ, പിശാചിനെ, തിന്മയെ, മരണത്തെ, സങ്കടങ്ങളെ, വേദനകളെ, പീഡനങ്ങളെ, രോഗങ്ങളെ എല്ലാത്തിനെയും അതിജീവിച്ച, ശരീരത്തിന്റെ നൊമ്പരങ്ങളെ അതിജീവിച്ച ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, മനസ്സിലെ സംഘർഷങ്ങളെ അതിജീവിച്ച ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോയുടെ കൂടെ നിന്നാൽ നമുക്ക് ഈ പ്രതിസന്ധികളെ ഇടിച്ചിടിച്ചങ്ങ് കയറി പോകാൻ പറ്റും. ദൂതനെ അനുസരിച്ചവർക്ക് എല്ലാം വിജയം നൽകിയെങ്കിൽ കർത്താവിനെ അനുസരിക്കുന്നവർക്ക് എല്ലാത്തിന്റെ മേൽ വിജയമാണ്.